എല്ലാവർക്കും നമസ്കാരം. മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ISROയുടെ കീഴിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഇപ്പോൾ അവസരം വന്നിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഒന്നും ആവശ്യമില്ല. താല്പര്യമുള്ളവർക്ക് ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. തസ്തിക ഏതാണെന്നും ഡീറ്റെയിൽസും ഒക്കെ നോക്കാം. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ISROയുടെ കീഴിൽ ISTRAC ബാംഗ്ലൂരിലേക്കാണ് വേക്കൻസി വിളിച്ചിട്ടുള്ളത്. തസ്തികകൾ വരുന്നത് ഗ്രാജുവേറ്റ്, ഡിപ്ലോമ ആൻഡ് ട്രേഡ് അപ്രൻറ്റിസ് ആണ്. പറഞ്ഞ പോലെ തന്നെ ജോലി വരുന്നത് ബാംഗ്ലൂരിലാണ്. ഡീറ്റെയിൽസ് നോക്കാം. ആദ്യത്തെ പോസ്റ്റ് വരുന്നത് കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആൻഡ് അലൈഡ് ബ്രാഞ്ചസിലേക്കാണ്. ട്രെയിനിങ് ലൊക്കേഷൻ ബാംഗ്ലൂർ 20, ലക്നൗ 2, ശ്രീവിജയപുരം 1. അടുത്തത് ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് അലൈഡ് ബ്രാഞ്ചസിലേക്കാണ്. ലൊക്കേഷൻ ബാംഗ്ലൂർ 20, ലക്നൗ 5, ശ്രീവിജയപുരം 3. അടുത്തത് ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് അലൈഡ് ബ്രാഞ്ചസ് ആണ്. വേക്കൻസി ബാംഗ്ലൂർ 2, ലക്നൗ 1. അടുത്തത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് അലൈഡ് ബ്രാഞ്ചസ്. വേക്കൻസി ബാംഗ്ലൂർ 3, ലക്നൗ 1. സിവിൽ എഞ്ചിനീയറിംഗ് ബാംഗ്ലൂർ 1. BSc CS or IT ശ്രീവിജയപുരം 1. ലൈബ്രറി സയൻസ് ബാംഗ്ലൂരിൽ 1, ലക്നൗവിൽ 1. ഇതാണ് ഗ്രാജുവേറ്റ് അപ്രൻറ്റീസിൻ്റെ വേക്കൻസീസ് വരുന്നത്. ഈ എല്ലാ തസ്തികയിലേക്കും മന്ത്ലി സ്റ്റൈഫൻഡ് 12,300 രൂപയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് ഈ പറഞ്ഞ ഡിസിപ്ലിൻസിൽ BE അല്ലെങ്കിൽ BTech ഡിഗ്രിയാണ്. ലൈബ്രറി സയൻസ് ആകുമ്പോൾ MLISC ആണ്. ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സയൻസ് ആണ് യോഗ്യത വേണ്ടത്. ഇനി ഡിപ്ലോമ അപ്രൻറ്റീസ് നോക്കാം. ആദ്യത്തേത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആൻഡ് അലൈഡ് ബ്രാഞ്ചസ്. വേക്കൻസി ബാംഗ്ലൂർ 2, ലക്നൗ 1. ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് അലൈഡ് ബ്രാഞ്ചസ്. ബാംഗ്ലൂരിൽ 1, ലക്നൗ 1, ശ്രീവിജയപുരം 1. ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ആൻഡ് അലൈഡ് ബ്രാഞ്ചസ്. ബാംഗ്ലൂരിൽ 4, ലക്നൗ 1, ശ്രീവിജയപുരം 1. സിവിൽ എഞ്ചിനീയറിംഗ് ആൻഡ് അലൈഡ് ബ്രാഞ്ചസ്. ബാംഗ്ലൂരിൽ 1. കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ് ആൻഡ് അലൈഡ് ബ്രാഞ്ചസ്. ബാംഗ്ലൂരിൽ 5, ലക്നൗ 1, ശ്രീവിജയപുരം 1. കൊമേഴ്ഷ്യൽ പ്രാക്ടീസ് ബാംഗ്ലൂരിൽ 5. ഇതാണ് വേക്കൻസി. ഈ എല്ലാ തസ്തികയിലും ക്വാളിഫിക്കേഷൻ വേണ്ടത് അതാത് സ്ട്രീമുകളിൽ ഡിപ്ലോമ ഇൻ എഞ്ചിനീയറിംഗ് ആണ്. സ്റ്റൈഫൻഡ് 10,900 ആണ് പെർ മന്ത്. ഇനി അടുത്തത് ട്രേഡ് ITI ആണ്. ഇലക്ട്രോണിക്സ് മെക്കാനിക് ബാംഗ്ലൂരിൽ 3, ലക്നൗ 1. മെഷീനിസ്റ്റ് ബാംഗ്ലൂരിൽ 1. ഇലക്ട്രിക്കൽ ബാംഗ്ലൂരിൽ 1. ITTSM ശ്രീവിജയപുരം 1. ഫിറ്റർ ശ്രീവിജയപുരം 1. ഈ തസ്തികയിലൊക്കെ സ്റ്റൈഫൻ ലഭിക്കുന്നത് 9,600 രൂപയാണ്. ക്വാളിഫിക്കേഷൻ വേണ്ടത് കൺസേൺ ഡിസിപ്ലിനിൽ ITI യോഗ്യതയാണ്. അപ്പോൾ ഈ 3 കാറ്റഗറി ആയിട്ടാണ് വേക്കൻസി വിളിച്ചിട്ടുള്ളത്. ITI ഉള്ളവർക്കും ഡിപ്ലോമ ഉള്ളവർക്കും ഡിഗ്രി ഉള്ളവർക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ പറഞ്ഞ യോഗ്യതയായിട്ടുള്ള എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ഓർ ഡിപ്ലോമ ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ITI ഒക്കെ ഉള്ളവർ 2024, 25, 26 വർഷങ്ങളിൽ പാസ് ഔട്ട് ആയവർക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കഴിയുന്നത്. ഈ 3 വർഷം പാസ് ഔട്ട് ആയവർക്കാണ് ഈ അപ്രന്റീസ്ഷിപ്പിന് യോഗ്യതയുള്ളത്. നിങ്ങൾ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് NATSൻ്റെ പോർട്ടലിൽ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്കൊരു NATSൻ്റെ എൻറോൾമെൻറ്റ് നമ്പർ കിട്ടും. ആ നമ്പർ ഉപയോഗിച്ചാണ് നിങ്ങളിവിടെ ആപ്ലിക്കേഷൻ ഫോമിൽ കൊടുക്കേണ്ടത്. ഇതാണ് സൈറ്റ് nats.education.gov.in. നിങ്ങൾ ഈ സൈറ്റ് ഓപ്പൺ ചെയ്യണം, അവിടെ കയറി രജിസ്റ്റർ ചെയ്യണം. രജിസ്റ്റർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നമ്പർ കിട്ടും. ഇനി എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്ന് നോക്കാം. അപ്ലൈ ചെയ്യേണ്ടത് ഇമെയിൽ വഴിയാണ്. നിങ്ങൾ ഏത് ലൊക്കേഷനിലേക്കാണോ അപ്ലൈ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവിടുത്തെ ഇമെയിൽ ID വഴി അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ മെയിൽ ID കൊടുത്തിട്ടുണ്ട്. ISTRAC ബാംഗ്ലൂരിലാണെങ്കിൽ മെയിൽ ID കൊടുത്തിട്ടുണ്ട് APPRMT_BLR@ISTRAC.gov.in. ഇതുപോലെ 3 സെൻറ്ററിൻ്റെയും ഇമെയിൽ ID കൊടുത്തിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾ ഇമെയിൽ അയക്കുമ്പോൾ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അറ്റാച്ച് ചെയ്ത് അയക്കേണ്ടത് നോക്കാം. നിങ്ങളുടെ ക്വാളിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ്സ്, ഡിഗ്രി ആണെങ്കിൽ ഡിഗ്രിയുടെ, ഡിപ്ലോമ ആണെങ്കിൽ അത്, ITI ആണെങ്കിൽ ITIയുടെ സർട്ടിഫിക്കറ്റ്സ് സ്കാൻ ചെയ്ത് അയക്കണം. മാർക്ക് ഷീറ്റും അയക്കണം. 10ാം ക്ലാസ്സിൻ്റെ +2ൻ്റെ ഒക്കെ മാർക്ക്, NATSന്ന് കിട്ടുന്ന എൻറോൾമെൻറ്റ് നമ്പർ. പിന്നെ നിങ്ങൾ മെയിൽ അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം, മെയിലിന് സബ്ജക്റ്റ് കൊടുക്കണം. സബ്ജക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളുടെ പോസ്റ്റ് കോഡാണ് കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, നമ്മുടെ ഓരോ തസ്തികയുടെ അടുത്ത് പോസ്റ്റ് കോഡ് കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ഈ പോസ്റ്റ് കോഡാണ് നിങ്ങൾ
സബ്ജക്റ്റായിട്ട് ഇമെയിലിൽ കൊടുക്കേണ്ടത്. അത് കൊടുത്തിട്ടേ അയക്കാവൂ. പിന്നെ നിങ്ങളുടെ മെയിലിൻ്റെ ബോഡി ഉണ്ടല്ലോ, സബ്ജക്റ്റ് എഴുതുന്ന ഭാഗം, അവിടെ നിങ്ങളുടെ നെയിമും കോൺടാക്ട് നമ്പറും ക്വാളിഫിക്കേഷനും പാസിംഗ് ഇയറും NATSൻ്റെ എൻറോൾമെൻറ്റ് ID ഒക്കെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നിങ്ങൾ ഗ്രാജുവേറ്റ് അപ്രൻറ്റിസ് പോസ്റ്റിൽ ഇലക്ട്രോണിക്സ് ആൻഡ് കമ്മ്യൂണിക്കേഷൻ എഞ്ചിനീയറിംഗ് ECE ലക്നൗവിലേക്കാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ ഇമെയിൽ സബ്ജക്റ്റിൽ നിങ്ങൾ ഇതുപോലെ കൊടുക്കണം: ആപ്ലിക്കേഷൻ ഫോർ, പോസ്റ്റ് കോഡ് GA02. സബ്ജക്റ്റ് നിങ്ങൾ ഇതുപോലെ കൊടുക്കണം: ആപ്ലിക്കേഷൻ ഫോർ, പോസ്റ്റ് കോഡ് GA02. ഇതാണ് നിങ്ങൾ സബ്ജക്റ്റ് കൊടുക്കേണ്ടത് മെയിലിൽ. നിങ്ങളുടെ ഏത് പോസ്റ്റ് കോഡാണോ അതനുസരിച്ച് വേണം കൊടുക്കാനായിട്ട്. പിന്നെ ഇമെയിലിൻ്റെ ബോഡി കൊടുക്കേണ്ടത് ഇതുപോലെയാണ്: നെയിം എഴുതുക, ഡിഗ്രി എഴുതുക, ഡിസിപ്ലിൻ എഴുതുക, പാസിംഗ് ഇയർ എഴുതുക. എന്നിട്ട് അതാത് മെയിൽ ID അനുസരിച്ചാണ് നിങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത്. നിങ്ങൾ ഇമെയിൽ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് വരുന്നത് ജൂലൈ 31 അതിനകം തന്നെ അപ്ലൈ ചെയ്യുക. ഇനി സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. സെലക്ഷൻ്റെ ഭാഗമായിട്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഇൻ്റർവ്യൂ ഉണ്ടായിരിക്കും. ആദ്യം നിങ്ങളുടെ ആപ്ലിക്കേഷൻ സ്ക്രീൻ ചെയ്തിട്ട് അതിൽ നിന്ന് സെലക്ട് ആവുന്നവരെ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ അല്ലെങ്കിൽ ഇൻ്റർവ്യൂവിന് വിളിക്കുന്നതായിരിക്കും. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ ആദ്യമേ NATSൻ്റെ പോർട്ടലിൽ കയറിയിട്ട് രജിസ്റ്റർ ചെയ്യണം. ഡേറ്റ് ആൻഡ് വെന്യൂ ഓഫ് ഇൻ്റർവ്യൂ നോക്കാം. നേരിട്ടാണ് നിങ്ങൾ ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടത്. നിങ്ങൾ എങ്ങോട്ടാണോ അപ്ലൈ ചെയ്യുന്നത് അവിടെ നിങ്ങൾ നേരിട്ട് പങ്കെടുക്കണം. ലക്നൗ ആണെങ്കിൽ ലൊക്കേഷൻ വരുന്നത് ISTRAC ലക്നൗ, സെക്ടർ G, ജാനകിപുരം, കുർസി റോഡ്, ലക്നൗ, ഉത്തർപ്രദേശ്. പിൻകോഡ് 226021. ഇൻ്റർവ്യൂ ഡേറ്റ് ഓഗസ്റ്റ് 27 28 റിപ്പോർട്ടിംഗ് ടൈം രാവിലെ 8:30. അടുത്തത് ശ്രീ വിജയപുരം പോർട്ട് ബ്ലെയർ ആണ്. ഇത് സെൻട്രൽ ലൊക്കേഷൻ വരുന്നത് ശ്രീ വിജയപുരം ആൻഡമാൻ ആൻഡ് നിക്കോബാർ ഐലൻഡ്സിലാണ് വരുന്നത്. ഇവിടെ ഇൻ്റർവ്യൂ ഡേറ്റ് സെപ്റ്റംബർ 3 4 റിപ്പോർട്ടിംഗ് ടൈം 8:30. പിന്നെ ബാംഗ്ലൂരിൽ വരുമ്പോൾ ISTRAC ബാംഗ്ലൂർ, പീനിയ ഇൻഡസ്ട്രിയൽ ഏരിയ, ബംഗളൂരു. ഇവിടെ ഇൻ്റർവ്യൂ ഡേറ്റ് സെപ്റ്റംബർ 9 തൊട്ട് 11 വരെയാണ്. ടൈം രാവിലെ 8:30 റിപ്പോർട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ 3 ലൊക്കേഷനിലാണ് വേക്കൻസി ഉള്ളത്. സമയമുണ്ട്, നിങ്ങൾക്ക് അതനുസരിച്ച് പോയിട്ട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാവുന്നതാണ്. ട്രെയിനിങ് ഡ്യൂറേഷൻ 12 months ആയിരിക്കും വരുന്നത്. സെലക്ട് ആവുന്ന കാൻഡിഡേറ്റ്സ് മെഡിക്കൽ ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ് ജോയിൻ ചെയ്യുന്ന സമയത്ത്. നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷനും ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ സർട്ടിഫിക്കറ്റ്സിൻ്റെയും ഒറിജിനൽ കയ്യിലുണ്ടായിരിക്കണം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻസിൻ്റെത്, ഡേറ്റ് ഓഫ് ബർത്ത്, മാർക്ക് ഷീറ്റ്, പിന്നെ കാറ്റഗറി സർട്ടിഫിക്കറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എല്ലാം കയ്യിൽ വെച്ചേക്കണം. ഒറിജിനലാണ് കയ്യിൽ വെക്കേണ്ടത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളേ ഉള്ളൂ. ISROയുടെ കീഴിൽ വരുന്ന ISTRACയിലേക്ക് ഇപ്പോൾ ബാംഗ്ലൂരിലും ലക്നൗവിലും ശ്രീ വിജയപുരത്തും വേക്കൻസി ഉണ്ട്. ഈ യോഗ്യതയൊക്കെ ഉള്ളവർക്ക് ഇമെയിൽ വഴി അപേക്ഷിക്കാവുന്നതാണ്. താല്പര്യമുള്ളവർ അപ്ലൈ ചെയ്യുക. ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികൾ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ നന്ദി.